ഓക്കെ, സോ ഗെയിമിംഗ് ലാപ്ടോപ്സ്. നമ്മൾ കുറേ നാളായി ഗെയിമിംഗ് ലാപ്ടോപ്സിൻ്റെ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ഗെയിമിംഗ് ലാപ്ടോപ്പ് റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്തിട്ട്, ആൻഡ് കുറേ നാളായിട്ട് ഒത്തിരി പേര് ഇത് റിക്വസ്റ്റും ചെയ്യുന്നുണ്ട്. സോ എനിവേസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ കറൻ്റ്ലി വാങ്ങാൻ പറ്റിയ കുറച്ച് ബെസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സിനെ കുറിച്ചാണ്. യൂഷ്വലി ചെയ്യുന്ന പോലെ അല്ലാതെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ബിക്കോസ് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ട്. സോ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. സോ എനിവേസ് യോർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോ. തുടങ്ങാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു പർട്ടിക്കുലർ മോഡൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലാപ്ടോപ്പ് ആണ് ബെസ്റ്റ് അങ്ങനെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് പല ഫാക്ടേഴ്സ് ഉണ്ട് അത് എഫക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരേ സ്പെസിഫിക്കേഷനുള്ള ഇഷ്ടംപോലെ ലാപ്ടോപ്സ് അവൈലബിൾ ആണ്. ബിക്കോസ് ഒരേ ബ്രാൻഡ് അല്ലെങ്കിൽ ഒരേ കമ്പനിയിൽ തന്നെ ഗെയിമിംഗ് എന്ന സീരീസിൽ 2-3 മിനിമം ആണ് ഞാൻ പറയുന്നത്, മിനിമം 2-3 വേരിയൻറ്റ്സ് അല്ലെങ്കിൽ സീരീസ് ഉണ്ട്. ഇത് ചില കമ്പനീസ് നോക്കുവാണെങ്കിൽ 4 എണ്ണം അല്ലെങ്കിൽ അതിലും കൂടുതലുള്ളതുണ്ട്. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സ്പെസിഫിക്കലി ഒരു മോഡൽ പിക്ക് ചെയ്ത് റിക്കമെൻഡ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അൺലെസ് നമ്മൾ 100% ആയിട്ട് ഫിസിക്കലി റിവ്യൂ ചെയ്യാതെ അതിനെക്കുറിച്ച് പെർഫെക്റ്റ് ആണോ ബെസ്റ്റ് ആണോ എന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരേ സ്പെസിഫിക്കേഷനുള്ള പല ബ്രാൻഡുകളിൽ സെയിം ലാപ്ടോപ്സ് അല്ലെങ്കിൽ സിമിലർ ലാപ്ടോപ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഏസർ ബ്രാൻഡ് നോക്കുവാണെങ്കിൽ ഏസർ ബ്രാൻഡിൽ തന്നെ ഏസർ പ്രിഡേറ്റർ സീരീസ് ഉണ്ട്, ഏസറിന്റെ ആസ്പയർ സീരീസ് ഉണ്ട്, ഏസർ നൈട്രോ സീരീസ് ഉണ്ട്, ആൻഡ് ഹൈ എൻഡ് ആയിട്ടുള്ള ഏസർ ട്രൈറ്റൺ സീരീസും ഉണ്ട്. സിമിലർലി MSI ബ്രാൻഡിൽ GF63, 65, GF75, MSI ബ്രാവോ, MSI കറ്റാന, ഇതുപോലെ 5-6 വേരിയൻറ്റ്സ് ഉണ്ട്. അതേപോലെ ഡെൽ കമ്പനി സൈഡ് നോക്കുവാണെങ്കിൽ ഡെല്ലിൽ തന്നെ ഗെയിമിംഗ് സീരീസിൽ G15 ഉണ്ട്, G3 ഉണ്ട്, ടോപ്പ് ഓഫ് ദ ലൈനിൽ ഏലിയൻ വെയർ സീരീസ് ഉണ്ട്. അസ്യൂസിന്റെ സൈഡിലും സിമിലർ സ്റ്റോറി തന്നെയാണ്. അസ്യൂസിൽ ടഫ് എഡിഷനിൽ തന്നെ A15, A17, F15, അസ്യൂസിന്റെ റോഗ് സീരീസ് ഉണ്ട്, അസ്യൂസിന്റെ വിവോ ബുക്ക് സീരീസ് ഉണ്ട്. കുറച്ച് ഹയർ ലെവൽ നോക്കുവാണെങ്കിൽ അസ്യൂസിൽ തന്നെ സെഫറസ് സീരീസും ഉണ്ട്. അതേപോലെ ലെനോവോയിൽ ഐഡിയാപാഡ് ഗെയിമിംഗ് എന്ന സീരീസ് ഉണ്ട്, ലീജൻ സീരീസ് ഉണ്ട്. HP-യിൽ നോക്കുവാണെങ്കിലും വിക്ടസ്, പവിലിയൻ, ഓമൻ. സോ അപ്രോക്സിമേറ്റ്ലി ഈ 6 കമ്പനിയിൽ തന്നെ 20-25 ഡിഫറെന്റ് സീരീസ് ഓഫ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഗെയിമിംഗ് എന്ന കാറ്റഗറിയിൽ തന്നെ 20-25 ഡിഫറെന്റ് വേരിയൻറ്റ്സ് അവൈലബിൾ ആണ്, അതും പല ബഡ്ജറ്റ് കാറ്റഗറീസിൽ. സോ അങ്ങനെ നോക്കുമ്പം ഓരോ ബഡ്ജറ്റ് റേഞ്ചിൽ, അതായത് ലോ ബഡ്ജറ്റിൽ നിന്ന് ഹൈ ബഡ്ജറ്റിലോട്ട് 20-25 ഡിഫറെന്റ് സീരീസിൽ ഓരോ ബഡ്ജറ്റ് കാറ്റഗറിയിൽ എത്ര ലാപ്ടോപ്സ് ഉണ്ടാവുമെന്ന് നമുക്ക് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഒരു പർട്ടിക്കുലറായിട്ട് നമുക്ക് പർട്ടിക്കുലർ മോഡൽ ലാപ്ടോപ്സ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 60,000 റേഞ്ചിൽ ഒരു ലാപ്ടോപ്പ് റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ ഇതേ സെയിം സ്പെക്കുള്ള ബാക്കി 5 കമ്പനീസിലും ലാപ്ടോപ്സ് ഉണ്ട്. സോ കമൻസിൽ വന്ന് പലരും ചോദിക്കും, ഇതെന്താ അത് പറഞ്ഞത്, ഇത് മെൻഷൻ ചെയ്തില്ല, അത് വിട്ടുപോയല്ലോ, ഇതെന്താ പറയാഞ്ഞ, ഈ ലാപ്ടോപ്പ് കൊള്ളത്തില്ല, ഇതിനെന്താ കുഴപ്പം? സ്പെക്സ് വൈസ് നോക്കുവാണെങ്കിൽ എല്ലാം സെയിം തന്നെയാണ്. ആകെ ഡിഫറൻസ് വരുന്നത് ഓരോ ബ്രാൻഡിന്റെ സർവീസും പ്രൊവൈഡ് ചെയ്യുന്ന കസ്റ്റമർ സപ്പോർട്ടും വാറന്റിയും പിന്നെ ടെക്നിക്കൽ സൈഡിൽ വരുന്ന ചെറിയ ഡിഫറൻസസ്, ബിൽഡ് ക്വാളിറ്റി, തേർമൽസിന്റെ കാര്യങ്ങളും, ഇതൊക്കെയാണ് ആകെ ഡിഫറൻസ് വരുന്നത്. പക്ഷേ സ്പെക്സ് വൈസ് ഓൾമോസ്റ്റ് എല്ലാ ലാപ്ടോപ്സും സിമിലർ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഓരോ പർട്ടിക്കുലർ പിക്കി ആയിട്ട് ഞാൻ ലാപ്ടോപ്സ് പറയുന്നില്ല, സ്പെക്സ് ആണ് മെയിൻലി പറയുന്നത്. ഓരോ ബഡ്ജറ്റ് കാറ്റഗറിയിൽ നിങ്ങൾ ഏത് ബഡ്ജറ്റിലാണോ ലാപ്ടോപ്സ് നോക്കുന്നത് ആ ബഡ്ജറ്റ് കാറ്റഗറിയിൽ ഏത് സ്പെക്സ് നിങ്ങൾ നോക്കണം, ഏത് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ഏത് കോൺഫിഗറേഷനിലുള്ള ലാപ്ടോപ്സ് നിങ്ങൾ ചൂസ് ചെയ്യണം, അതായിരിക്കും മോസ്റ്റ്ലി പറയുന്നത്. അതിൻ്റെ കൂടെ ഇപ്പോൾ പേഴ്സണലി നല്ല ഡീലും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് ലാപ്ടോപ്സിൻ്റെ മോഡൽസും റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. അതല്ലാതെ വാങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെറിയ റിസർച്ച് ചെയ്ത് നോക്കണം. അതായത് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സർവീസ് ഏതാണ് ബെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഏത് കമ്പനിയാണ് ബെസ്റ്റ് സർവീസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വാറന്റിയും കാര്യങ്ങളും ആഫ്റ്റർ സെയിൽസിന്റെ കസ്റ്റമർ സപ്പോർട്ട് ഏത് കമ്പനിയാണ് ബെസ്റ്റ്, ഇതൊക്കെ കുറച്ച് നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്തിട്ട് വേണം എടുക്കേണ്ടത്. ബിക്കോസ് എനിക്ക് ഇതിനെക്കുറിച്ച് പേഴ്സണലി അത്ര ഐഡിയ ഇല്ല. ഞാനിപ്പം ഇന്ത്യയിലല്ല, പുറത്തായതുകൊണ്ട് തന്നെ നാട്ടിൽ ഏതാണ് ബെസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, കസ്റ്റമർ സപ്പോർട്ട് ഏതാണെന്നുള്ളത് എക്സാക്ട്ലി എനിക്കറിയത്തില്ല. സോ ടെക്നിക്കൽ സൈഡുള്ള കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ചൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ലോക്കലി അതൊക്കെ റിഫർ ചെയ്ത് കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്തിട്ട് വേണം പർച്ചേസ് ചെയ്യേണ്ടത്. അതിനുമുമ്പ് വേറൊരു കാര്യം കൂടി ബ്രീഫായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടും ഏത് സീരീസ് ഓഫ് ലാപ്ടോപ്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബെസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ളത് ഏത് സീരീസ് ആണെന്നുള്ളത്. സോ ഏസർ ബ്രാൻഡിൽ ഏസർ നൈട്രോ സീരീസും ഏസർ ആസ്പയർ സീരീസ് രണ്ടും ബഡ്ജറ്റ് റേഞ്ചിലുള്ള സീരീസ് ആണ്. സോ എൻട്രി ലെവൽ സീരീസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആയാലും
ഡിസ്പ്ലേ ആയാലും ആവറേജ് ആയിരിക്കും. സിമിലർലി ഏസർ പ്രിഡേറ്ററും ട്രൈറ്റൺ സീരീസും എക്സ്പെൻസീവ് ആയിട്ടുള്ള മോഡൽസ് ആണ്, കുറച്ച് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ലാപ്ടോപ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി ആയാലും ബിൽഡ് ക്വാളിറ്റി ആയാലും തെർമൽസ് ആയാലും ഈ സീരീസിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് പ്രീമിയം കാറ്റഗറി ആയതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് ആണ് കമ്പാരിറ്റീവ്ലി. നെക്സ്റ്റ് MSIയുടെ GF63, GF65, ബ്രാവോ സീരീസ് ഇതെല്ലാം ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ആവറേജ് ലാപ്ടോപ്സ് ആണ്. സോ നേരത്തെ പറഞ്ഞ പോലെ ബിൽഡ് ക്വാളിറ്റി ഡിസ്പ്ലേയും കാര്യങ്ങളും ആവറേജ് ആയിരിക്കും. ആൻഡ് MSIയുടെ GF75ഉം കറ്റാന സീരീസും ഒക്കെ കുറച്ച് പ്രീമിയം ലെവലാണ്, കുറച്ച് ബെറ്റർ ആയിരിക്കും കമ്പാരിറ്റീവ്ലി. ഹൈ എൻഡ് ഒന്നുമല്ല, അബവ് ആവറേജ് എന്ന് പറയാം. ഡെല്ലിന്റെ G15ഉം G3 വേരിയൻസ് കുറച്ച് ബഡ്ജറ്റ് റേഞ്ച് ആണ്. ബഡ്ജറ്റ് റേഞ്ച് ആണെങ്കിലും ഡെൽ അത്രയ്ക്ക് താഴോട്ട് പോയിട്ടില്ല, അബവ് ആവറേജ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രൈസ് വൈസ് നോക്കുവാണെങ്കിലും കുറച്ച് പ്രൈസ് കൂടുതലാണ്. അതായത് സെയിം സ്പെക്കുള്ള മറ്റ് ലാപ്ടോപ്സ് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ അറൗണ്ട് ഒരു 10,000 റുപ്പീസ് ഡെൽ G15ഉം G3 ലാപ്ടോപ്സ് പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും. സ്പെഷ്യലി G15 സ്പെക്സ് വൈസും ബിൽഡ് ക്വാളിറ്റി വൈസും ഓൾമോസ്റ്റ് അബവ് ആവറേജ് ആണ്. സോ ഇൻ കേസ് കമ്പാരിറ്റീവ്ലി ബഡ്ജറ്റ് കുറച്ചുണ്ടെങ്കിൽ G15 ലാപ്ടോപ്സ് നല്ലതാണ്. ആൻഡ് ഡെൽ ഏലിയൻവെയറിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ലാപ്ടോപ്സ് ആണ്. സിമിലർലി അസ്യൂസിന്റെ ടഫ് സീരീസ്, അസ്യൂസ് A15, F15, ഈവൻ വിവോ ബുക്ക് സീരീസ് ആയാലും ഇതെല്ലാം ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നതാണ്. അതായത് എല്ലാം ആവറേജ് ആയിരിക്കും. സ്പെക്സ് വൈസ് നല്ലതായിരിക്കും, പക്ഷേ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും ആവറേജ് ഓക്കേഷ് ആയിരിക്കും. കാരണം പ്രൈസ് കുറയ്ക്കാൻ വേണ്ടി ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും കോംപ്രമൈസ് ചെയ്യുന്നത് ബിൽഡ് ക്വാളിറ്റിയിലും ഡിസ്പ്ലേയിലാണ്. സോ അതുകൊണ്ടാണ് ഈ പ്രൈസ് റേഞ്ച് 60,000 to 80,000 റേഞ്ചിൽ വരുന്ന ലാപ്ടോപ്സ് എല്ലാം തന്നെ ഒരു മിഡ് റേഞ്ച് ആവറേജ് ലാപ്ടോപ്സ് ആണ്. അസ്യൂസിന്റെ ROGയും Zephyrus സീരീസ് കുറച്ച് പ്രീമിയം കാറ്റഗറിയിൽ വരുന്നതാണ്, എക്സ്പെൻസീവ് ആണ്. ആൻഡ് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ലെനോവോ സൈഡ് നോക്കുവാണെങ്കിലും ലെനോവോയുടെ ഐഡിയാപാഡ് ഗെയിമിംഗ് സീരീസ് ബഡ്ജറ്റ് റേഞ്ച് എൻട്രി ലെവൽ ഗെയിമിങ്ങിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. സ്പെക്സ് വൈസ് നല്ല സ്പെക്സ് ഒക്കെയാണ്, ബട്ട് എല്ലാ ലാപ്ടോപ്സിലും പറയുന്ന പോലെ തന്നെ ആവറേജ് ബിൽഡ് ക്വാളിറ്റിയും ഡിസ്പ്ലേ ക്വാളിറ്റിയും ആയിരിക്കും. ലെനോവോയിൽ ബെസ്റ്റ് ആയിട്ട് വരുന്ന സീരീസ് ആണ് ലെനോവോയുടെ ലീജിയൻ സീരീസ്. സോ ലീജിയൻ സീരീസ് ലാപ്ടോപ്സ് ആണ് പ്രീമിയം കാറ്റഗറിയിൽ വരുന്നത്. സിമിലർലി HP ബ്രാൻഡിന്റെ വിക്ടസും HP പവീലിയനും ബഡ്ജറ്റ് എൻട്രി ലെവൽ ലാപ്ടോപ്പ് സീരീസ് ആണ്. ആൻഡ് പ്രീമിയം കാറ്റഗറിയിൽ വരുന്നതാണ് ഓമൻ സീരീസ്. സോ ഇതാണ് ഓരോ കമ്പനിയുടെ ഗെയിമിംഗ് സീരീസിൽ വരുന്ന പല ഡിഫറെന്റ് കാറ്റഗറൈസേഷന്റെ ജസ്റ്റ് ബ്രീഫ് എക്സ്പ്ലനേഷൻ. എനിവേസ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ ട്രൂ ബഡ്ജറ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് മിനിമം 55,000 to 60,000 റുപ്പീസ് ആയിരിക്കും. ഇൻ കേസ് ഈ ബഡ്ജറ്റിന് താഴെ നിങ്ങളൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഉള്ള RYzen പ്രോസസ്സറുള്ള ലാപ്ടോപ്സ് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിൽ RYzen 5 5500 അല്ലെങ്കിൽ RYzen 7 5700U പ്രോസസ്സറുള്ളത് നോക്കാം. അണ്ടർ 50,000 റേഞ്ചിൽ അവൈലബിൾ ആയിരിക്കും. 45,000-43,000 ഈ റേഞ്ചിൽ HP 15S അല്ലെങ്കിൽ MSIയുടെ മോഡേൺ ലാപ്ടോപ്സ് ഒക്കെ അവൈലബിൾ ആണ്. സോ ഇതൊക്കെ പക്ക ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ലൈറ്റ് ഗെയിമിംഗ് ഒക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. റൈസൻ്റെ ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് ഗെയിമിംഗ് ഒക്കെ പോസിബിൾ ആണ്. പക്ഷേ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ഉള്ള ഒരു ലാപ്ടോപ്പാണ് നോക്കുന്നതെങ്കിൽ മിനിമം 55,000 മേലോട്ടാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. സോ നെക്സ്റ്റ് ഇൻ കേസ് 60,000 to 70,000 റേഞ്ച് ലാപ്ടോപ്സ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സ്പെക്സ് മെയിനായിട്ട് 6 കോർ പ്രോസസ്സർ നോക്കണം. അതിപ്പോൾ ഇന്റൽ ആണെങ്കിൽ 11th ജനറേഷൻ അല്ലെങ്കിൽ റൈസൺ ആണെങ്കിൽ 5000 സീരീസ്, മോസ്റ്റ്ലി 5600H അല്ലെങ്കിൽ 11400H ഓർ 11500H പ്രോസസ്സേഴ്സ് ആയിരിക്കും. ആൻഡ് ഈ ഒരു പ്രൈസ് റേഞ്ചിലെ മോസ്റ്റ് ലാപ്ടോപ്സിൽ നിങ്ങൾ കാണുന്ന ഗ്രാഫിക്സ് കാർഡ് 1650 അല്ലെങ്കിൽ 1650 Ti ആയിരിക്കും. ഡിസ്പ്ലേ വൈസ് എന്തായാലും 120 to 144 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ് റെക്കമെൻഡ് ചെയ്യുന്നതും. എനിവേസ് ഈ പ്രൈസ് കാറ്റഗറി അതായത് 60,000 to 70,000 റേഞ്ചിൽ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ് ലാപ്ടോപ്സിൽ ഇഷ്ടംപോലെ മോഡൽസ് അവൈലബിൾ ആണ്. സോ ഈ പ്രൈസ് റേഞ്ചിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ സ്പെക്സ് ഉള്ള ലാപ്ടോപ്സിൽ കൂടുതലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് HP വിക്ടസ് മോഡൽസ് നല്ലതാണ്, അസ്യൂസിന്റെ ടഫ് സീരീസ് നല്ലതാണ്, ലെനോവോയുടെ ഐഡിയാപാഡ് ഗെയിമിംഗ് സീരീസും കുഴപ്പമില്ല, നല്ലതാണ്. MSIയുടെ GF63 നോക്കുന്നുണ്ടെങ്കിൽ അത്ര നല്ലതല്ല, അതിലും നല്ലത് വേറെ മോഡൽസ് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. കാരണം MSI മോഡൽസ് കമ്പാരിറ്റീവ്ലി ചീപ്പറാണ്. സോ അവിടെ എന്തൊക്കെയാണ് കോംപ്രമൈസസ് ചെയ്തേക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ 60,000 to 65,000 റേഞ്ചിൽ എന്തായാലും HP വിക്ടസ്, അസ്യൂസിന്റെ ടഫ് സീരീസ്, ഏസറിന്റെ നൈട്രോ സീരീസും വേണേ നോക്കാം, കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ലെനോവോ ഐഡിയാപാഡ് ഗെയിമിംഗ്, ഇതെല്ലാം ഈ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലതാണ്. ഇനി സ്പെസിഫിക്കലി എഡിറ്റിംഗ് പർപ്പസിന് നിങ്ങൾ ഒരു ലാപ്ടോപ്പ് നോക്കുന്നുണ്ട്, അതായത് ഒരു 79,000-80,000 റേഞ്ചിൽ ഒരു ലാപ്ടോപ്പ് നിങ്ങൾ നോക്കുന്നുണ്ട്, എഡിറ്റിങ്ങും ഗെയിമിങ്ങും ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷേ പ്രോസസർ സൈഡ് കുറച്ച് സ്ട്രോങ് ആണ് ഇവിടെ. സോ എഡിറ്റിങ്ങിനാണ് കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത്. നല്ല പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. ഇപ്പം HP വിക്ടസ്റ്റ് ഒരു മോഡൽ 79,990 ആണ് പ്രൈസിങ്. ഇവിടെ പ്രോസസർ RYzen 7 5800H 8 കോഴ്സും 16 ത്രെഡ്സ് ഉള്ള പ്രോസസറാണ്. 144 ഹെർട്സിൻ്റെ ആണ് റിഫ്രഷ് റേറ്റ്. 512GB ആണ് NVMe SSD. 3050 ആണ് RTX 3050 ആണ് ഗ്രാഫിക്സ് കാർഡ്. വിൻഡോസ് 11 പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. സോ 80,000 റേഞ്ചിൽ എഡിറ്റിംഗ് പർപ്പസിന് നല്ല ലാപ്ടോപ്പാണ്. ബിക്കോസ് sRGB റേഷ്യോ നോക്കുവാണെങ്കിലും 100% കൊടുത്തിട്ടുണ്ട്. ആൻഡ് സ്പെക്സ് വൈസും എഡിറ്റിങ്ങിനെ കുറച്ചുകൂടി ഫേവർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്പെക്സ് ആണ്. ഇതിന്റെ സെയിം RYzen 5
5600H പ്രോസസ്സർ ഉള്ളതുകൊണ്ട് 70,000 റുപ്പീസാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. സോ 70,000 ആണ് ബഡ്ജറ്റ്. ഒരു 10,000 റുപ്പീസ് കുറഞ്ഞ ബഡ്ജറ്റാണ് നോക്കുന്നതെങ്കിൽ ഈ 5600H മോഡലും RTX 3050 ഗ്രാഫിക്സ് കാർഡ് സെയിം സ്പെക്സ് ആണ്. പ്രോസസ്സറാണ് ചേഞ്ച് ആവുന്നത്. പ്രോസസ്സർ 5600H ആണ് ഇവിടെ വരുന്നത്. സോ ഇതിൻ്റെ പ്രൈസിങ് 70,000 ആണ്. ഇൻ കേസ് 80,000 ആ ഒരു ബഡ്ജറ്റ് ഇല്ലെങ്കിൽ 70,000 69,999 HP വിക്ടസിൻ്റെ ഈ മോഡൽ എടുക്കാം. അതേപോലെ ഒരു 10,000 റുപ്പീസ് നിങ്ങൾക്ക് എക്സ്ട്രാ മുടക്കാനുണ്ട് ആൻഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള എഡിറ്റിംഗ് വർക്ക്സ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് 100% കളർ ആക്യുറസി നല്ല ഡിസ്പ്ലേ ഉള്ള ലാപ്ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ASUSന്റെ VivoBook മോഡൽ അവൈലബിൾ ആണ്. OLED സ്ക്രീൻ ഉള്ളത്. സോ ASUSന്റെ VivoBook Pro 15 OLED വേർഷൻ 89,990 ആണ് പ്രൈസിങ്. ഇത് ഐ തിങ്ക് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് ആണെന്ന് തോന്നുന്നു. സോ എഡിറ്റേഴ്സ് അല്ലെങ്കിൽ കളർ ആക്യുറസി റിലേറ്റഡ് വർക്ക്സ് ചെയ്യുന്നവർക്ക് വേണ്ടി പെർഫെക്റ്റ് ലാപ്ടോപ്പ് ആണ് ഈ പ്രൈസ് റേഞ്ചിൽ. സ്പെക്സ് നോക്കുവാണെങ്കിൽ 5800H 16GB ആണ് ഇവിടെ റാം വരുന്നത്. 1TB ആണ് SSD കിട്ടുന്നത്. 3050 ആണ് ഗ്രാഫിക്സ് കാർഡ്. വിൻഡോസ് 10 ആണ് നമുക്ക് ഇതിൽ വരുന്നത്. സോ OLED HDR ഡിസ്പ്ലേ ആണ്. 100% DCI-P3 കളർ ഗാമറ്റ് ഉണ്ട്. VESA സർട്ടിഫൈഡ് ആണ് ആൻഡ് ഓൾസോ കളർ ആക്യുറസി വൈസ് പാൻറ്റോൺ സർട്ടിഫൈഡ് ആണ് ആൻഡ് ഓൾസോ ബ്രൈറ്റ്നസ് നമുക്ക് ഹയസ്റ്റ് 600 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ് ഇതിൽ കിട്ടുന്നത്. സോ സ്പെക്സ് വൈസ് പ്രൊഫഷണൽ ആയിട്ടുള്ള എഡിറ്റിംഗിന് 89,000 റേഞ്ചിൽ നല്ലൊരു ലാപ്ടോപ്പ് ആണിത്. ഇതിന്റെ ചെറിയ മൈനസ് എന്ന് പറയുന്നത് VivoBook സീരീസ് ആണ്. VivoBook ഒരു ഗെയിമിംഗ് കാറ്റഗറി അല്ല. അതുകൊണ്ട് ബിൽഡ് ക്വാളിറ്റിയും ബാറ്ററി ലൈഫും കുറച്ച് ആവറേജ് ആയിരിക്കും. ബിക്കോസ് ഇത് സ്പെസിഫിക്കലി ഗെയിമിംഗ് എന്നുള്ള സീരീസ് അല്ല. ഇത് കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിന് വേണ്ടിയുള്ള ലാപ്ടോപ്പാണ്. ബട്ട് VivoBook എന്ന സീരീസിലാണ് ഇത് ആഡ് ചെയ്തേക്കുന്നത്. സോ അതിൻ്റെ ചെറിയ ബിൽഡ് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഉണ്ടാകും. അല്ലാതെ സ്പെക്സ് വൈസ് പെർഫെക്റ്റ് ആണ്. സിമിലർലി ASUSന്റെ ടഫ് സീരീസിൽ കുറേ ലാപ്ടോപ്സ് ഉണ്ട്. കുറേ ലാപ്ടോപ്സ് ആക്ച്വലി മിസ്ലീഡിംഗ് ആണ്. പ്രൈസസ് കുറവാണ് പക്ഷേ സ്പെക്സും കുറച്ച് ലോ ആണ്. പഴയ പ്രോസസ്സേഴ്സ് ആണ്. ഇന്റലിന്റെ 10th ജനറേഷൻ അല്ലെങ്കിൽ റൈസന്റെ 4000 സീരീസ് പ്രോസസ്സേഴ്സ് ഒക്കെയാണുള്ളത്. സോ എന്തായാലും ടഫ് സീരീസിന്റെ ഞാൻ നോക്കിയതിൽ കൂടുതലും പഴയ പ്രോസസ്സേഴ്സ് ഉള്ളതാണ് കണ്ടത്. പുതിയ പ്രോസസ്സേഴ്സ് ഉള്ളത് 11th ജനറേഷൻ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ 5000 സീരീസ് റൈസൻ പ്രോസസ്സേഴ്സ് ഉള്ളത് ഇൻ കേസ് നിങ്ങൾ കാണുവാണ് നിങ്ങൾക്ക് ഡീൽ പ്രൈസ്, അതായത് മറ്റ് ലാപ്ടോപ്സിന്റെ സിമിലർ പ്രൈസ് റേഞ്ചിൽ നല്ല പ്രോസസ്സേഴ്സ് ലേറ്റസ്റ്റ് പ്രോസസ്സേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ASUSന്റെ A15 F15 മോഡൽസ് നല്ലതാണ്. ഇനി ഒരു 90 to 1 lakh റേഞ്ച് അല്ലെങ്കിൽ അതിന് മേലോട്ട് നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും RYzen 7 5800H മേലോട്ടുള്ള പ്രോസസ്സേഴ്സ് നോക്കണം. ഇന്റലിന്റെ i7 and i9 വേരിയന്റ് പ്രോസസ്സേഴ്സ് ആയിരിക്കും നോക്കേണ്ടത്. സിമിലർലി ഗ്രാഫിക്സ് കാർഡ് ഡിപ്പെൻഡ് ചെയ്യും ഓരോ മോഡലിനെ അനുസരിച്ച്. ഗ്രാഫിക്സ് കാർഡ് 3050 Tiയും 3060 ആയിരിക്കും കൂടുതലും വരുന്നത്. സോ ഈ പ്രൈസ് കാറ്റഗറിയിൽ എന്തായാലും ഒരു 1.25 lakhsന്റെ ലെനോവോ ലീജിയൻ ലാപ്ടോപ്പ് ഉണ്ട്. ലെനോവോ ലീജിയൻ 5 1.26 lakhs ആണ് പ്രൈസിങ് ഇപ്പോൾ കാണുന്നത്. RYzen 7 5800H പ്രോസസ്സർ 16GB ആണ് റാം ഇവിടെ വരുന്നത്. 2TB NVMe SSD 165 Hz ആണ് ഡിസ്പ്ലേ വരുന്നത്. ഗ്രാഫിക്സ് കാർഡ് ഇതിൽ 130 വാട്ട്സിന്റെ RTX 3060 ആണ്. സോ ലോ പവർ ഗ്രാഫിക്സ് കാർഡ് ഒന്നുമല്ല, ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ ഗ്രാഫിക്സ് കാർഡാണ്. 130 വാട്ട്സിന്റെ മാക്സിമം ഔട്ട്പുട്ട് എടുക്കാവുന്ന ഹൈലി പവർഫുൾ ഗ്രാഫിക്സ് കാർഡാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ഇൻ കേസ് 1.2 lakhs റേഞ്ച് ബഡ്ജറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഗെയിമിംഗ്, എഡിറ്റിംഗ്, റെൻഡറിംഗ് ഇതിനെല്ലാത്തിനും കൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള ലാപ്ടോപ്പ് ആണിത്. ഇതേപോലെ ഹയർ കാറ്റഗറിയിലോട്ട് നോക്കുന്നുണ്ടെങ്കിൽ 1.6 lakhs റേഞ്ചിൽ നല്ലൊരു ലാപ്ടോപ്പ് ഉണ്ട്. Acer Helios 300 മോഡൽ. ഇന്റലിന്റെ i9 11900H ആണ് പ്രോസസർ. 32GB ആണ് റാം ഇവിടെ വരുന്നത്. 1TB NVMe SSD, അതും Gen 4 300 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ. RTX 3070 ആണ് ഗ്രാഫിക്സ് കാർഡ്. സോ ഇതും സ്പെക്സ് വൈസ് 1.6 lakhsന് അടിപൊളി ലാപ്ടോപ്പാണ്. 32GB റാം നമുക്ക് കിട്ടുന്നുണ്ട്. RTX 3070 ആണ് ഗ്രാഫിക്സ് കാർഡ് ആൻഡ് i9 പ്രോസസ്സറും കിട്ടുന്നുണ്ട്. സോ ഹെവി ആയിട്ടുള്ള റെൻഡറിംഗ് വർക്ക്സ്, ഗെയിമിംഗ്, എഡിറ്റിംഗ്, ഹെവി എഡിറ്റിംഗ് ഇതുപോലത്തെ വർക്ക്സ്, ഓൾമോസ്റ്റ് കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്ക്സ് എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഡെല്ലിൻ്റെ ഒരു ലാപ്ടോപ്പാണ് ഞാൻ നെക്സ്റ്റ് പറയുന്നത്. ഡെല്ലിൻ്റെ G15 മോഡൽ. സോ ഡെൽ G15 അബോ ആവറേജ് വരുന്ന നല്ലൊരു ലാപ്ടോപ്പ് സീരീസ് ആണ്. 79,000 ആണ് പ്രൈസ് റേഞ്ച് കാണുന്നത്. ഇന്റൽ i5 11400H 16GB റാം കിട്ടുന്നുണ്ട്. RTX 3050 Ti ആണ് ഗ്രാഫിക്സ് കാർഡ്. 512GB NVMe SSDയും 120 Hz ആണ് ഡിസ്പ്ലേ. സോ ഡെൽ G15 ബിൽഡ് ക്വാളിറ്റി വൈസ് ആയാലും തെർമൽസിന്റെ കാര്യം നോക്കുവാണെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. മറ്റ് ബ്രാൻഡ്സ് നോക്കുവാണെങ്കിൽ മേ ബി നിങ്ങൾക്കൊരു 5000 6000 റേഞ്ച് കുറച്ച് കുറഞ്ഞ് കിട്ടും. പക്ഷേ ഡെൽ G15 കുറച്ച് നല്ല ട്രസ്റ്റബിൾ ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രൈസ് കൂടുതലാണ്. പക്ഷേ എന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഫോർ ദ ബിൽഡ് ക്വാളിറ്റി ആൻഡ് തെർമൽസ്. G15 നല്ല സീരീസ് ആണ് ഡെല്ലിന്റെ. ഇനി നെക്സ്റ്റ് പുതിയ ഇന്റൽ 12th ജനറേഷനും റൈസൻ 6000 സീരീസ് ലാപ്ടോപ്സും വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ഇന്റലിന്റെ 1-2 മോഡൽസേ കണ്ടിട്ടുള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് പുതിയ
കുറച്ചുകൂടി ഫ്യൂച്ചർ പ്രൂഫ് ആക്കാൻ വേണ്ടി പുതിയ ലേറ്റസ്റ്റ് വന്ന പ്രോസസ്സറുള്ള ലാപ്ടോപ്സ് ആണ് നോക്കുന്നതെങ്കിൽ ഇന്റലിന്റെ ഈ പർട്ടിക്കുലർ മോഡൽ നോക്കാം. സോ ഏസറിന്റെ നൈട്രോ 5 മോഡലാണ്, ലേറ്റസ്റ്റ് മോഡലാണ്. 12500H ആണ് പ്രോസസ്സർ. ടോട്ടൽ 12 കോഴ്സ് ആണ് വരുന്നത്. 144 ഹെർട്സിന്റെ ആണ് റിഫ്രഷ് റേറ്റ്. ഗ്രാഫിക്സ് കാർഡ് ഇതിൽ RTX 3050 ആണ്. 8GB റാം ആൻഡ് 512GB NVMe SSD. വിൻഡോസ് 11 പ്രീ ലോഡഡ് ആയിട്ടാണ് ഇതിൽ വരുന്നത്. സോ പ്രൈസിങ് അറൌണ്ട് 85,000 റുപ്പീസ് ആണ് വരുന്നത്. സോ ഈ പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് ഓക്കെ ആണ്. ലേറ്റസ്റ്റ് ഒരു ലാപ്ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ മോഡൽ നോക്കാവുന്നതാണ്. സിമിലർലി AMD RYzen 6000 സീരീസ് പ്രോസസ്സർ ഉള്ള കുറച്ച് ലാപ്ടോപ്സ് വന്നിട്ടുണ്ട്. ഗ്രാഫിക്സ് കാർഡ് 6000 സീരീസ് ഗ്രാഫിക്സ് കാർഡ്സിന്റെ അല്ല, 6000 സീരീസ് പ്രോസസ്സർ ഉള്ളതാണ്. 6800H പ്രോസസ്സർ ഉള്ളത്. സോ ഇവിടെ ASUSന്റെ TUF A15 ഒരു ലേറ്റസ്റ്റ് ന്യൂ മോഡലാണ് കാണുന്നത്. പ്രൈസിങ് 1.47 lakhs ആണ്. Ryzen 7 6800H പ്രോസസ്സർ, 16GB റാം, 1TB ആണ് സ്റ്റോറേജ്. 300 ഹെർട്സിന്റെ ആണ് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ കിട്ടുന്നത്. ഗ്രാഫിക്സ് കാർഡ് ഇതിൽ 3060 115 വാട്ട്സിന്റെ ആണ്. sRGB റേഷ്യോ 100% പറയുന്നുണ്ട്. Adobe RGB റേഷ്യോയും 78%. G-Sync കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് ആണിത്. പ്രൈസിങ് ഇവിടെ കാണുന്നത് 1.47 lakhs ആണ്. കുറച്ച് കൂടുതലാണ്. പുതിയ ലാപ്ടോപ്പാണ്, ഓഫ്കോഴ്സ് പുതിയതായതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിരിക്കും. ബട്ട് നമുക്ക് ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, ഈ പർട്ടിക്കുലർ ലാപ്ടോപ്സിന്റെ ബെഞ്ച് മാർക്സും കാര്യങ്ങളും അധികം ഒന്നും വന്നിട്ടില്ല. സോ മേ ബി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് ഫ്യൂച്ചറിൽ മേ ബി പ്രൈസസ് കുറഞ്ഞ് കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. Ryzen 6000 പ്രോസസ്സറിന്റെ ASUS ROG Strix സീരീസിലും ഒരു ലാപ്ടോപ്പ് നമുക്ക് കാണാം. 6800H പ്രോസസ്സറാണ്. 3050 ആണ് ഇവിടെ ഗ്രാഫിക്സ് കാർഡ്. 16GB റാമും 512GB ആണ് സ്റ്റോറേജ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രൈസും കുറച്ച് കൂടുതലാണ്. 1.2 lakhs റേഞ്ച് ആണ് നമുക്ക് കാണുന്നത്. സോ ഇനീഷ്യലി പുതിയ ലാപ്ടോപ്സ് അല്ലെങ്കിൽ പുതിയ പ്രോസസ്സേഴ്സ് ആയതുകൊണ്ട് തന്നെ പ്രൈസിങ് കുറച്ച് കൂടുതലാണ്. സോ ഇൻ കേസ് റൈസൻ്റെ പുതിയ പ്രോസസ്സർ ഉള്ളത് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബെഞ്ച് മാർക്സും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് മേ ബി ഫ്യൂച്ചറിൽ പ്രൈസ് ഒന്ന് സ്റ്റാൻഡേർഡായി കുറയുവാണെങ്കിൽ നല്ലതായിരിക്കും. സോ ഇതൊക്കെയാണ് എനിക്കിപ്പോൾ കറൻ്റ്ലി റെക്കമെൻഡ് ചെയ്യാനുള്ള ലാപ്ടോപ്സ്. ഇതിൽ കുറേ ലാപ്ടോപ്സ് മിസ്സായിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാ ലാപ്ടോപ്സും ഈ വീഡിയോയിൽ ഓരോന്നോരോന്നായിട്ട് പറയാനൊന്നും പറ്റത്തില്ല. അങ്ങനെ പറയാനാണെങ്കിൽ ഓൾമോസ്റ്റ് ആമസോണും ഫ്ലിപ്കാർട്ടിലുള്ള എല്ലാ ലാപ്ടോപ്സും പറയണം. കാരണം എല്ലാം ഓൾമോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം സിമിലർ സ്പെക്സ് ആണ്. നിങ്ങൾ ജസ്റ്റ് വറി ചെയ്യേണ്ടത് സർവീസ് ഏതാണ് ബെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഏത് കമ്പനി ബെസ്റ്റ് സർവീസ് തരുന്നു, അല്ലെങ്കിൽ ആഫ്റ്റർ സെയിൽസ് ഏതാണ് ബെസ്റ്റ് കസ്റ്റമർ സപ്പോർട്ട് തരുന്നതും വാറന്റിയും കാര്യങ്ങളും ഏതാണ് ബെസ്റ്റ് ഉള്ളത്. അത് മെയിനായിട്ട് നിങ്ങൾ ലോക്കലി റിസർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൈസ് റേഞ്ചിൽ നിങ്ങളുടെ ഏതാണോ ബഡ്ജറ്റ് നോക്കുന്നത് ആ പ്രൈസ് റേഞ്ചിലുള്ള സ്പെക്സ് ഉള്ള ലാപ്ടോപ്പ് ഏത് കമ്പനി ആയാലും കുഴപ്പമില്ല. ഇതിൽ ബെസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന HP വിക്ടസ് ആണ്. ലോ എൻഡ് ആണെങ്കിൽ ASUSന്റെ A15ഉം F15 നോക്കാം. ഇൻ കേസ് ലോ ടു മീഡിയം ബഡ്ജറ്റ് ആണെങ്കിൽ Lenovo IdeaPad ഗെയിമിംഗും നല്ല സീരീസ് ആണ്. സോ ഓരോ ബഡ്ജറ്റ് റേഞ്ച് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ലാപ്ടോപ്പിലാണോ ബെസ്റ്റ് സ്പെക്സ് കിട്ടുന്നത് ആ സ്പെക്സും പ്ലസ് നിങ്ങളുടെ ലോക്കൽ റിസർച്ച് ചെയ്ത ആ ഒരു കാര്യങ്ങളും കൂടി ആഡപ്പ് ചെയ്ത് ലാപ്ടോപ്പ് വാങ്ങിക്കണമെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഒന്നുകൂടെ ഞാൻ പറയുവാണ്, നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചും ഒരു എൻട്രി ലെവൽ ആണെങ്കിൽ ASUSന്റെ F15 അല്ലെങ്കിൽ A15 നല്ലതാണ്. HP വിക്ടസ് നല്ല മോഡൽസ് ആണ്. Lenovo IdeaPad ഗെയിമിംഗ് നല്ല സീരീസ് ആണ്. ആൻഡ് ഓൾസോ ഏസറിന്റെ നൈട്രോ 5 സീരീസും കുഴപ്പമില്ല. ഇനി ഈ പറഞ്ഞ സീരീസ് അല്ലാതെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് നോക്കുന്നുണ്ട്, കുറച്ചുകൂടി അബോ ആവറേജ് നോക്കുന്നെങ്കിൽ Dell G15 മോഡൽസ് അല്ലെങ്കിൽ ASUSന്റെ ROG സീരീസ് നല്ലതാണ്. സോ പ്രൈസിങ് ചെറിയ ഡിഫറൻസ് വരും. 5,000 to 10,000 റേഞ്ച് കുറച്ച് കൂടുതലായിരിക്കും കമ്പാരിറ്റീവ്ലി. ബട്ട് ബിൽഡ് ക്വാളിറ്റി നല്ലതായിരിക്കും, ഡിസ്പ്ലേയും നല്ലതായിരിക്കും, ബാറ്ററിയും അത്യാവശ്യം നല്ലതായിരിക്കും. ഇനി അബോവ് 1 lakh ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഏസറിന്റെ പ്രിഡേറ്റർ ഓർ ട്രൈറ്റൺ സീരീസ് നോക്കാം. ASUSന്റെ ROG സീരീസ് അല്ലെങ്കിൽ ASUSന്റെ Zephyrus മോഡൽസ് നോക്കാം. ലെനോവോയുടെ ലീജിയൻ സീരീസ് നോക്കാവുന്നതാണ്. സിമിലർലി HPയുടെ ഓമൻ സീരീസും കുറച്ചുകൂടി മേലോട്ടുള്ള പ്രീമിയം കാറ്റഗറി ലാപ്ടോപ്സ് നോക്കുന്നെങ്കിൽ ഈ സീരീസ് നോക്കാവുന്നതാണ്. എനിവേ സ്പെസിഫിക് ലാപ്ടോപ്സിന്റെ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. ഈ ലാപ്ടോപ്പ് നല്ലതാണോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ആൻഡ് ഓൾസോ ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളും വരുന്നതെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഡു ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. എനിവേസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.